Ages ago, I believed that success depended mostly on talent. ഇവിടെ കണ്ടോ, ഏജസ് എഗോ. ഏജസ് എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ഇയേഴ്സ് എഗോ. എന്താണ് ഇയേഴ്സ് എഗോ? അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഐ ബിലീവ്ഡ്, ഞാൻ വിശ്വസിച്ചിരുന്നു. അതെ, വിശ്വസിച്ചു എന്നാണ്, പക്ഷേ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ, അതുകൊണ്ട് വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. അപ്പം എന്തായി, ഐ ബിലീവ്ഡ്, ഞാൻ വിശ്വസിച്ചിരുന്നു. എന്തെന്നറിയോ? ദാറ്റ് സക്സസ്, വിജയം, ഡിപ്പെൻഡഡ്, ആശ്രയിച്ചിരുന്നു. വിജയം ആശ്രയിച്ചിരുന്നു, ഡിപ്പെൻഡ് ആശ്രയിക്കുക, അതിന് പാസ്റ്റാണ്. മോസ്റ്റ്ലി, കൂടുതലായും, ഓൺ ടാലൻറ്റ്. ടാലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് എന്നാണ് അല്ലേ, ടാലൻറ്റ് കഴിവ്. അതിന് മുന്നേ ഓൺ വന്നു, അപ്പം ഓൺ ടാലൻറ്റ്, കഴിവിൽ അല്ലെങ്കിൽ കഴിവിനെ എന്നർത്ഥം, കഴിവിൽ അല്ലെങ്കിൽ കഴിവിനെ. അപ്പം ഏകദേശം അല്ലേ ഈ ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മീനിങ് നമ്മുടെ മനസ്സിൽ വന്നല്ലോ. നോക്കിയാലോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിജയം കൂടുതലായും കഴിവിനെ ആശ്രയിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതായി. എന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിജയം കൂടുതലായും കഴിവിനെ ആശ്രയിച്ചിരുന്നു എന്ന്, ഇവിടെ കണ്ടോ ദാറ്റ്, എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതായി. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. ഇവിടെ കണ്ടോളൂ, സിൻസ് ദെൻ. കണ്ടോ, സിൻസ് ദെൻ. സിൻസ് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ അല്ലേ, എന്താണ് അന്ന് മുതൽ, അതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. പക്ഷേ ഇതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്, അതാണ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. എന്താണ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. വെച്ചാൽ ആഫ്റ്റർ ദാറ്റ് എന്നുള്ള ആ ഒരു പ്രയോഗത്തിനെ ഒന്ന് ഊന്നി പറയാൻ വേണ്ടി നമ്മൾ സിൻസ് ദെൻ ഉപയോഗിക്കാറ്. അപ്പം എന്തായി, സിൻസ് ദെൻ, അതിനുശേഷം, മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായം ഹാസ് ചേഞ്ച്ഡ്, മാറി, കംപ്ലീറ്റ്ലി, പൂർണ്ണമായും. അപ്പം എന്തായി, അതിനുശേഷം എൻ്റെ അഭിപ്രായം പൂർണ്ണമായും മാറി എന്നായി. ഒരു മിനിറ്റ് സാറേ, ഈ ഹാസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയിട്ടുണ്ട് എന്നല്ല. അതെ, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ? അവൻ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയാറില്ല അല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫാദർ എവിടെ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? എൻ്റെ ഫാദർ പുറത്ത് പോയിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ ഫാദർ പുറത്ത് പോയി എന്ന് പറയും. അപ്പോൾ അതുപോലെ സാധാരണ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? യെസ്, അതിനുശേഷം എൻ്റെ അഭിപ്രായം പൂർണ്ണമായും മാറി അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ്. ഇത് കണ്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ആട്ടോ, ഒരു വാക്യമാണ്. എഴുതി വെച്ചോളി. കണ്ടോളി, ഇറ്റ് സീംസ് ടു മീ ദാറ്റ്. എന്താണ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നു എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് സീംസ് ടു മീ ദാറ്റ്. ഇത് സംസാരത്തിൽ ഉപയോഗിക്കാറില്ലെങ്കിലും പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് പുസ്തകങ്ങളിൽ പലപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ ഇറ്റ് സീംസ് ടു മീ ദാറ്റ്, എനിക്ക് തോന്നുന്നത്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത എന്ന് വെച്ചാൽ തുടർച്ചയായ പരിശ്രമം. അപ്പോൾ ഈ ഒരൊറ്റ വേർഡിൽ ആ മീനിങ് വന്നു. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായ പരിശ്രമം. അപ്പം എന്താ, എനിക്ക് തോന്നുന്നത് തുടർച്ചയായ പരിശ്രമം ഈസ് ആകുന്നു ഫാർ. അതെ, ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ അല്ലെങ്കിൽ ദൂരം എന്നാണ്. പക്ഷേ ഇതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്, അതാണ് വളരെ വെരി. എന്നുവെച്ചാൽ ഫാറിൻ്റെ ശേഷം മോർ വരികയാണെങ്കിലോ ഫാർ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ എന്നാണ്. വളരെ കൂടുതൽ. ഓക്കെ, ഫാർ മോർ, വളരെ കൂടുതൽ, ഇമ്പോർട്ടൻസ്, പ്രധാനപ്പെട്ട, ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്കാൾ, അവനേക്കാൾ, അവളേക്കാൾ, ഇതിനേക്കാൾ, അതിനേക്കാൾ എന്ന് പറയില്ലേ, ആ കാളാണ്. THAN, E അല്ല A ആണ്, THAN, നേക്കാൾ. നാച്ചുറൽ എബിലിറ്റി, സ്വാഭാവിക കഴിവെന്നായി. അപ്പം എന്തായി, ഇവിടെ ഉണ്ടോ, എനിക്ക് തോന്നുന്നത് തുടർച്ചയായ പരിശ്രമം സ്വാഭാവിക കഴിവിനേക്കാൾ എന്നാണ്. എനിക്ക് തോന്നുന്നത് തുടർച്ചയായ പരിശ്രമം സ്വാഭാവിക കഴിവിനേക്കാൾ, ഇവിടെ ഉണ്ടോ, വളരെ കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്നു. എന്താണ്? എനിക്ക് തോന്നുന്നത്
തുടർച്ചയായ പരിശ്രമം സ്വാഭാവിക കഴിവിനേക്കാൾ വളരെ കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്നു എന്ന്. അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി അടുത്താണ് ഉണ്ടോ, നമ്മൾ ഓരോ ലൈനിലും വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ഫ്രേസുകൾ കാണാൻ കഴിയും. ഇവിടെ കണ്ടോളൂ, വൺ ഓഫ് ദീസ് ഡേയ്സ്. എന്താണ് വൺ ഓഫ് ദീസ് ഡേയ്സ്? വൺ ഓഫ് ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുത്ത കാലം, അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസം എന്നല്ലേ, ഈ ഒരു അടുത്ത ദിവസം അത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസം അവൻ എന്തായാലും വരും എന്ന് പറയല്ലേ. ഈ ഒരു അടുത്ത ദിവസം, ഈ ഒരു അടുത്ത ദിവസം എന്നുള്ള അർത്ഥമാണ് വൺ ഓഫ് ദീസ് ഡേയ്സ്. വൺ ഓഫ് ദീസ് ഡേയ്സ് എന്തായി? പീപ്പിൾ, ജനങ്ങൾ, മേ. ഈ മേ എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ വെർബ് വരണം. ഇതിൻ്റെ കൂടെ ഒരു വെർബ് വരാറുണ്ട്. ആ വെർബ് വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ മീനിങ് വരിക. ഓക്കെ, അപ്പോൾ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാം, അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ ഉണ്ടോ, പീപ്പിൾ, ജനങ്ങൾ, മേ റിയലൈസ്. റിയലൈസ് പറഞ്ഞാണ് മനസ്സിലാക്കുക എന്നാണല്ലോ. അപ്പോൾ മേ വന്നു. അപ്പം മേ റിയലൈസ് എന്താണ്? മനസ്സിലാക്കിയേക്കാം. പീപ്പിൾ മേ റിയലൈസ്, ജനങ്ങൾ മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നു? ഫൈനലി, അവസാനം. അപ്പം എന്തായി? ജനങ്ങൾ അവസാനം മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ അവസാനം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ഇത് വന്നല്ലോ, എന്തായി? വൺ ഓഫ് ദീസ് ഡേയ്സ് പീപ്പിൾ മേ ഫൈനലി റിയലൈസ്. ഈ ഒരു അടുത്ത ഒരു ദിവസം ജനങ്ങൾ അവസാനം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ഒരു ദിവസം ജനങ്ങൾ അവസാനം മനസ്സിലാക്കിയേക്കാം എന്നുള്ള അർത്ഥം. ദാറ്റ് എന്ത് മനസ്സിലാക്കിയേക്കാം? ദാറ്റ് സ്മോൾ, ചെറിയ, ഡെയിലി, ദൈനംദിന എന്ന് പറഞ്ഞു. ദൈനംദിന എഫേർട്സ്. എഫേർട്ട് എന്താണ്? പരിശ്രമങ്ങൾ. എന്താണ്? പരിശ്രമങ്ങൾ. അപ്പം എന്തായി? എന്ത് മനസ്സിലാക്കിയേക്കാം? ചെറിയ ദൈനംദിന പരിശ്രമങ്ങൾ ക്യാൻ, കഴിയും, പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക കേട്ടോ, ക്രിയേറ്റ് എന്ന് പറയും, ക്രിയേറ്റ്, സൃഷ്ടിക്കുക. അപ്പോൾ എന്തായി? അപ്പോൾ ഏകദേശം മിനി വന്നു. റീമാർക്കബിൾ എന്ന് പറഞ്ഞാൽ, റീമാർക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ. അപ്പം എന്തായി? ചെറിയ ദൈനംദിന പരിശ്രമങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ത്? അത്ഭുത ഫലങ്ങൾ എന്നായി. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ഏകദേശം കംപ്ലീറ്റ് അർത്ഥം വന്നു. നോക്കിയാലോ? നോക്കാം അല്ലേ. വൺ ഓഫ് ദീസ് ഡേയ്സ് people may finally realize that small daily efforts can produce remarkable result. ഈ അടുത്ത ഒരു ദിവസം ജനങ്ങൾ അവസാനം മനസ്സിലാക്കിയേക്കാം എന്തെന്നറിയോ? ചെറിയ അല്ലെങ്കിൽ ചെറിയ ദൈനംദിന പരിശ്രമങ്ങൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ഇതൊക്കെയാണല്ലോ, അതും ഓക്കെയാണ്. ഇനി അടുത്താണ്, ഇവിടെ കണ്ടോളൂ. ഐ ഹാവ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെന്നറിയോ? മെനി, ഒരുപാട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട്. ഐ ഹാവ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടു. മെനി എന്ന് പറഞ്ഞാൽ ഒരുപാട്. ലേണേഴ്സ് പഠിക്കുന്നവർ എന്നാണ്, പഠിതാക്കൾ എന്ന് പറയാം, പഠിതാക്കൾ. അപ്പം എന്തായി? ഐ ഹാവ് സീൻ മെനി ലേണേഴ്സ്, ഞാൻ ഒരുപാട് പഠിതാക്കളെ കണ്ടിട്ടുണ്ട് എന്നായി. ഇംപ്രൂവ്, മെച്ചപ്പെടുത്തുക. അപ്പോൾ എന്തായി? ഐ ഹാവ് സീൻ മെനി ലേണേഴ്സ് ഇംപ്രൂവ്, ഞാൻ ഒരുപാട് മെച്ചപ്പെടുത്തുന്ന പഠിതാക്കളെ കണ്ടിട്ടുണ്ട് എന്നായി. ആഫ്റ്റർ, ശേഷം, പ്രാക്ടീസിങ്, പരിശീലനം. എന്തായി? ആഫ്റ്റർ പ്രാക്ടീസിങ്, പരിശീലനത്തിന് ശേഷം എന്നായി അല്ലേ, പരിശീലനത്തിന് ശേഷം. റെഗുലർലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായ എന്നാണ്, റെഗുലർലി, സ്ഥിരമായ. ഫോർ ഏജസ്, ഇത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ചെറിയ വാക്യമാണ്. ഫോർ ഏജസ്, വർഷങ്ങളോളം എന്ന് പറയല്ലേ, വർഷങ്ങളായി, അല്ലെങ്കിൽ വർഷങ്ങളോളം. വർഷങ്ങളായിട്ട് അവന് ആ കമ്പനിയിൽ ജോലി ചെയ്യാണ്, വർഷങ്ങളോളം അവൻ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയല്ലോ. അപ്പോൾ വർഷങ്ങളോളം എന്നായില്ലേ, വർഷങ്ങളോളം. അപ്പോൾ ഏകദേശം ഇങ്ങനെ വന്നു, എന്താണ്? വർഷങ്ങളോളം സ്ഥിരമായ പരിശീലനത്തിന് ശേഷം മെച്ചപ്പെടുത്തുന്ന ഒരുപാട് പഠിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലേ. പിന്നെയാണോ? വിത്തൗട്ട് ഗിവിങ് അപ്പ്. എന്താണ് ഗിവ് അപ്പ്? വിട്ടുകൊടുക്കുക അല്ലേ. വിത്തൗട്ട് ഗിവിങ് അപ്പ്, വിട്ടുകൊടുക്കാതെ എന്നല്ലേ, വിട്ടുകൊടുക്കാതെ. ഇനി നമുക്കൊന്നും കൂടി ഇതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മീനിങ് പറഞ്ഞു നോക്കാം. എന്താണ്? ഐ ഹാവ് സീൻ മെനി ലേണേഴ്സ് ഇംപ്രൂവ് ആഫ്റ്റർ പ്രാക്ടീസിങ് റെഗുലർലി ഫോർ ഏജസ് വിത്തൗട്ട് ഗിവിങ് അപ്പ്.
വിട്ടുകൊടുക്കാതെ വർഷങ്ങളോളം സ്ഥിരമായ പരിശീലനത്തിന് ശേഷം മെച്ചപ്പെടുത്തുന്ന ഒരുപാട് പഠിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നായി. ഇനി അടുത്ത വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ് ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പറയുമ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും അല്ലേ. ദാറ്റ്സ് ദ വൺ തെറ്റിപ്പോവും. പക്ഷെ നമ്മൾ കുറേ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ എന്ന് വെച്ചാൽ അതാണ് ഏകമാത്ര കാരണം എന്നർത്ഥം. അതാണ് ഏകമാത്ര കാരണം. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ. അവർ ബിക്കം ആയിത്തീരുന്നു കോൺഫിഡൻറ്റ് സ്പീക്കേഴ്സ്. എന്താണ് കോൺഫിഡൻറ്റ് സ്പീക്കേഴ്സ്? ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവർ എന്നാണ്. കോൺഫിഡൻസ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവർ. ഇൻ ദി എൻഡ് എന്താണ് ഇൻ ദി എൻഡ്? ഇൻ ദി എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം. മനസ്സിലാലോ? അവസാനം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവർ ആകുന്നതിൻ്റെ ഏകമാത്ര കാരണം അതാണെന്നായി. നമുക്കൊന്നും കൂടി ഇതിൻ്റെ കംപ്ലീറ്റ് മീനിങ് വെച്ച് നോക്കാം. എന്താണ്? ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി റീസൺ ദേ ബിക്കം കോൺഫിഡൻറ്റ് സ്പീക്കേഴ്സ് ഇൻ ദി എൻഡ്. അവസാനം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവർ ആകുന്നതിൻ്റെ ഏകമാത്ര കാരണം അതാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് നോക്കാം. ഇവിടെ നോക്കോളൂ. അവർ ഡു നോട്ട് ട്രൈ. അവർ ശ്രമിക്കാറില്ല. ദേ ട്രൈ, അവർ ശ്രമിക്കാറുണ്ട് എന്നായി അല്ലേ. ദേ ഡു നോട്ട് ട്രൈ, അവർ ശ്രമിക്കാറില്ല എന്നുള്ള അർത്ഥമാണ്. ടു സ്പീക്ക്, സംസാരിക്കാൻ. ഇവിടെ കണ്ട ടുവിൻ്റെ കൂടെ വെർബ് വേണ്ടി അല്ലെങ്കിൽ ആൻ, സംസാരിക്കാൻ അല്ലേ. ടു സ്പീക്ക്, സംസാരിക്കാൻ. അപ്പോൾ സംസാരിക്കാൻ അവർ ശ്രമിക്കാറില്ല എന്നായി. സംസാരിക്കാൻ അവർ ശ്രമിക്കാറില്ല. അതെ. എക്സാക്ട്ലി ആസ്, ഇത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഫ്രേസാണ്. എക്സാക്ട്ലി ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറയില്ലേ. അതുപോലെ തന്നെ. എക്സാക്ട്ലി ആസ്. അപ്പം എക്സാക്ട്ലി ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ. സംവൺ, ആരോ അല്ലെങ്കിൽ ആരെങ്കിലും. എൽസ് എന്ന് പറഞ്ഞാൽ വേറെ. ഡസ് എന്ന് പറഞ്ഞാലോ ചെയ്യുക. ഡസ് എന്നുള്ള ഡസ് ഇല്ല, അതിന് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം എന്തായി? വേറെ ആരെങ്കിലും ചെയ്യുന്ന അതേപോലെ. വേറെ ആരെങ്കിലും ചെയ്യുന്ന അതേപോലെ സംസാരിക്കാൻ അവർ ശ്രമിക്കാറില്ല എന്നായി. ഓക്കെ അല്ലേ? എന്താണ്? ദേ ഡു നോട്ട് ട്രൈ ടു സ്പീക്ക് എക്സാക്ട്ലി ആസ് സംവൺ എൽസ് ഡസ്. വേറെ ആരെങ്കിലും ചെയ്യുന്ന അതേപോലെ സംസാരിക്കാൻ അവർ ശ്രമിക്കാറില്ല. കാരണം എന്നുവെച്ചാൽ അവർ മറ്റുള്ളവരെ ഫോളോ ചെയ്യാറില്ല എന്നാണ്. പിന്നെ ഇൻസ്റ്റീഡ് പകരം അവർ ഫോക്കസ്, അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എവിടെ നിന്നറിയോ? ഓൺ ബിക്കമിങ്. എന്താണ് ഓൺ ബിക്കം എന്ന് പറഞ്ഞാൽ ആയിത്തീരുക അല്ലേ. ഓൺ ബിക്കമിങ്, ആയിത്തീരുന്നതിൽ. പകരം അവർ ആയിത്തീരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എങ്ങനെ അറിയോ? ദ ബെസ്റ്റ്, ഏറ്റവും നല്ല വെർഷൻ, രൂപം. അപ്പം ഏറ്റവും നല്ല രൂപം ആയിത്തീരുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിന്നെ പറഞ്ഞു ഇവിടെ കണ്ടോ, ഓഫ് ദംസെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം എന്നല്ലേ. അവർ സ്വയം. അപ്പം അതിന് മുന്നേ ഓഫ് എന്നല്ലോ. അപ്പം എന്തായി? അവരുടെ തന്നെ എന്നായി. അവരുടെ തന്നെ. ഇവിടെ കണ്ടോ, അവരുടെ തന്നെ ഏറ്റവും നല്ല രൂപം ആയിത്തീരുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവരുടെ ബെസ്റ്റ്. നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് ആവും. അതായത് മറ്റുള്ളവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അടുത്താണ് ലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂടെ എന്നാണ്. പേഷ്യൻസ്, ക്ഷമ. അപ്പം എന്തായും? ത്രൂ പേഷ്യൻസ്, ക്ഷമയിലൂടെ ആൻഡ് പ്രാക്ടീസ്, പരിശീലനം. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ത്രൂ പേഷ്യൻസ്, ക്ഷമയിലൂടെ. ത്രൂ പ്രാക്ടീസ്, പരിശീലനത്തിലൂടെ. ആൻഡ് അതുപോലെ ത്രൂ ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനത്തിലൂടെ. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസിഷൻ, ഉറച്ച തീരുമാനം. അപ്പോൾ ഏകദേശം ഇനി വന്നില്ലേ. എന്താണ് നോക്കാം. ഇൻസ്റ്റീഡ് ദേ
focus on becoming the best version of themselves through patience, practice and determination. പകരം അവർ ക്ഷമയിലൂടെയും പരിശീലനത്തിലൂടെയും അതുപോലെ ഉറച്ച തീരുമാനത്തിലൂടെയും അവരുടെ തന്നെ ഏറ്റവും നല്ല രൂപം ആകുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നായി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ഈ ഒരു പാരഗ്രാഫിൻ്റെ കംപ്ലീറ്റ് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇവിടെ ഈ പാരഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ഫ്രേസുകളുടെയും മീനിങ് നിങ്ങൾക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 31, പേജ് നമ്പർ 31, ആ 31 ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് അത് വായിക്കുക. ആ ഒരു പേജിൽ ഇത് കൂടാതെ ഒരുപാട് വേറെയും എന്തുണ്ട്, ഫ്രേസുകളുണ്ട്, വാക്യങ്ങളുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, ഞാൻ അർത്ഥം വെച്ച പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിരിക്കുമ്പോൾ അർത്ഥം വെച്ച് നോക്കാം. ഓക്കെ, യെസ് പ്ലീസ് യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തും വിചാരിക്കുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ. താങ്ക് യു എവരിവൺ.